നമുക്ക് രണ്ട് വിധത്തിൽ ജീവിക്കാനാവും. ഒന്ന്, നമ്മുടെ ഭാഗ്യത്തിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് അറിയുക. രണ്ടാമത്തേതിൽ സ്വന്തം ചോയ്സിലുള്ള ഭാഗ്യം നിർമ്മിക്കുക. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നിൽ എൻ്റെ ഭാഗ്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് അറിയുക. രണ്ടാമത്തേതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഭാഗ്യം എന്താണോ അതിനെ സ്വന്തം ചോയ്സിലുള്ള ഭാഗ്യമാക്കി തീർക്കുക. ഇതിലേത് ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഭാഗ്യത്തെക്കുറിച്ച് അറിയാനാണോ അതോ ഭാഗ്യം നിർമ്മിക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? രണ്ട് ഓപ്ഷൻസും നമ്മുടെ പക്കലുണ്ട്. ഒരു പ്രോഗ്രാമിന് മുമ്പ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നത് പോലെ നമ്മൾ ഇതും ഡിസൈഡ് ചെയ്യണം. ഭാഗ്യത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല, ഇല്ലല്ലോ? ഉറപ്പല്ലേ? അടുത്ത വർഷം എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കുക എന്നറിയാനായി ഇനി ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകുമോ? എന്തുണ്ടാവും? എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ആഗ്രഹം, ഈ ക്യൂരിയോസിറ്റി പലപ്പോഴും നമുക്ക് കുറച്ച് റിസ്ക്കായി മാറാറുണ്ട്. കാരണം ഇൻഫോർമേഷൻ നേരത്തെ തന്നെ നമുക്ക് ലഭിക്കുകയാണ്. അടുത്ത വർഷം കുറച്ച് മോശമായ കാര്യങ്ങൾ ഉണ്ടാവും എന്ന ഇൻഫോർമേഷൻ നേരത്തെ തന്നെ കിട്ടിയാൽ മനസ്സ് നേരത്തെ തന്നെ ദുഃഖിതമാകും, അശാന്തമാവുകയും ചെയ്യും, പരിഭ്രമിക്കാൻ തുടങ്ങും. മാത്രമല്ല, നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്താനും തുടങ്ങും. കുറച്ചെന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമ്മൾ പറയും, ശരിയാണ്, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ജ്യോത്സ്യൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇതുണ്ടാവും അതുണ്ടാവും. ഏത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതിനെ പവർഫുള്ളായി ഫേസ് ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. എന്താണ് നടക്കാൻ പോകുന്നത് എന്നത് ഇമ്പോർട്ടൻ്റ് അല്ല. നടക്കാൻ പോകുന്ന കാര്യത്തെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അത് പൂർണ്ണമായും നമ്മുടെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇനി സ്വന്തം ഭാഗ്യം അറിയാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തം ഭാഗ്യം നിർമ്മിക്കാനാവും. നാളെ മുതൽ പേപ്പറിൽ വരുന്ന ജ്യോതിഷ കോളം വായിക്കരുത്. അതെല്ലാം ഇൻഫോർമേഷൻസ് ആണ്. ഇൻഫോർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് വളരെ ശ്രദ്ധിച്ചു വേണം സ്വീകരിക്കാൻ. കാരണം ഉള്ളിലേക്ക് പോകുന്ന ഓരോ ഇൻഫോർമേഷൻസും സ്വന്തം ജോലി ചെയ്യാൻ തുടങ്ങുക തന്നെ ചെയ്യും. നമ്മൾ വിചാരിക്കും, ഞാൻ രാവിലെ വെറും കാഷ്വലായിട്ടാണ് പേപ്പർ വായിക്കുക, അങ്ങനെ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ നമ്മൾ ജ്യോതിഷ കോളവും നോക്കും. അതിൽ ഇന്ന് നമ്മളെ ഒരാൾ ചതിക്കും, ശ്രദ്ധിക്കണം എന്നെഴുതിയിട്ടുണ്ടാവും. രാവിലെ തന്നെ ഇതാണ് വായിക്കുന്നത്. ഇതും ഇൻഫോർമേഷനാണ്. അതോടെ രാവിലെ മുതൽ നമ്മൾ ആ വ്യക്തിയെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായി. ഇന്നെന്നെ ചതിക്കാൻ നോക്കുന്നത് ആരായിരിക്കും? അങ്ങനെ നമ്മൾ സംശയത്തിൻ്റെ വൈബ്രേഷൻ എല്ലാവരിലേക്കും റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. കാരണം രാവിലെ ന്യൂസ് പേപ്പറിൽ ഒരാൾ ഇന്ന് നിങ്ങളെ ചതിക്കുമെന്നാണ് എഴുതിയിരുന്നത്. ആരാണ് എന്നൊന്നും എഴുതിയിട്ടില്ല. മാത്രമല്ല, അവർ ചതിച്ചാൽ നമ്മൾ അതിനെ എങ്ങനെ നേരിടണമെന്നും എഴുതിയിട്ടില്ല. ആ ചോയ്സ് നമ്മുടേതാണ്. അതുകൊണ്ട് ഇൻഫോർമേഷൻ മനസ്സിൽ നിറയ്ക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അകത്തേക്ക് പോകുന്ന ഇൻഫോർമേഷൻസിന് പുറത്തേക്ക് വരാനാവില്ല. അകത്തേക്ക് പോകുന്ന ഒരു ഇൻഫോർമേഷനും പുറത്തേക്ക് വരാൻ പറ്റില്ല. എത്ര ശ്രമിച്ചാലും അത് നടക്കില്ല. എനിക്ക് ആ കാര്യം ഓർക്കേണ്ട എന്ന് നിങ്ങൾ എത്ര പറഞ്ഞാലും ആ കാര്യം നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് മുതൽ പവർ സ്വന്തം കയ്യിലെടുക്കണം. ഭാഗ്യം അറിയുകയല്ല വേണ്ടത്. നമുക്ക് സ്വന്തം ചോയ്സിലുള്ള ഭാഗ്യം സ്വയം നിർമ്മിക്കുകയാണ് വേണ്ടത്. കൈനോട്ടം അറിയാം എന്നാരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ മുന്നിൽ കൈ നീട്ടി പിടിച്ചു നിൽക്കരുത്. അവരോട് പറയൂ, ഞാൻ ദിവസവും എൻ്റെ ഭാഗ്യത്തെ സ്വന്തം ചോയ്സ് അനുസരിച്ചാക്കുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ അത് വായിക്കാൻ നോക്കിയാലും ശരിയാവണമെന്നില്ല. കാരണം നാളെ ഞാൻ അതിനെ വീണ്ടും മാറ്റും. നത്തിങ് ഈസ് കോൺസ്റ്റൻറ്റ്. ഇറ്റ്സ് നോട്ട് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ടാണ് ഇൻഫോർമേഷൻസ് വളരെ ശ്രദ്ധിച്ച് സ്വീകരിക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു മിനിറ്റ് സൈലൻസിൽ ഇരുന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ എങ്ങനെയുള്ള ഭാഗ്യമാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം.
എനിക്കായി, സ്വന്തം കുടുംബത്തിനായി, വീടിനായി, ജോലിക്കായി, സ്വന്തം രാജ്യത്തിനായി, മുഴുവൻ ലോകത്തിനുമായി, ഈ പ്രകൃതിക്കായി ഞാൻ എങ്ങനെയുള്ള ഭാഗ്യമാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ എങ്ങനെയുള്ള ഫ്യൂച്ചറാണ് ആഗ്രഹിക്കുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ വളരെ ക്ലിയറാണ്. 2 ways ഓഫ് ലിവിങ്. ഒന്ന്, ആഗ്രഹിക്കുക, അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്നാഗ്രഹിക്കുക. രണ്ടാമത്തേത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായി എന്തെങ്കിലും ചെയ്യുക. നമ്മൾ ചെറുപ്പക്കാലം മുതൽ 2 കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്ന്, എന്തെല്ലാം സംഭവിക്കുന്നുവോ അതെല്ലാം ഈശ്വരൻ്റെ ആഗ്രഹപ്രകാരമാണ് നടക്കുന്നത്. ഓരോ ഇലയും ഈശ്വരൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇളകുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആരെങ്കിലും വന്ന് പറയും, എന്തു ചെയ്യാം, ഗോഡ്സ് വിൽ, ഈശ്വര നിശ്ചയം അതാണ്. നമ്മളും തലകുലുക്കി പറയും, ശരിയാണ്, പരമാത്മാവിൻ്റെ ആഗ്രഹം അതാണ്. ഒരു സെക്കൻഡ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇന്ന് നമ്മുടെ വീടുകളിൽ, ജീവിതത്തിൽ, ബിസിനസ്സിൽ, പ്രകൃതിയിൽ, രാജ്യത്തിൽ, ഈ മുഴുവൻ ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ ഇതെല്ലാം ഭഗവാന്റെ ആഗ്രഹപ്രകാരമാണോ ഉണ്ടാവുന്നത്? എന്താണ് തോന്നുന്നത്? ഇതൊക്കെ ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ചാണോ നടക്കുന്നത്? യെസ് ഓർ നോ? നോ അല്ലേ? ഉറപ്പാണോ? ഉറപ്പല്ലേ? ഭഗവാന്റെ ഇഷ്ടമനുസരിച്ചാണ് ഈ ലോകത്തിൻ്റെ ഭാഗ്യം ഉണ്ടാവുന്നതെങ്കിൽ പിന്നെ നമ്മുടെ ഈ ലോകം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ലോകം പെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് ഭാഗ്യം ഉണ്ടാവുന്നതെങ്കിലും ഈ ലോകം പെർഫെക്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ ഭഗവാന് എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ ഭാഗ്യം നിശ്ചയിക്കാനാവുക? സെക്കൻഡ് കോൺസെപ്റ്റ്, എന്തെല്ലാമാണോ സംഭവിക്കുന്നത് അവയെല്ലാം നമ്മുടെ കർമ്മങ്ങളുടെ അനന്തരഫലങ്ങളാണ്. സംഭവിക്കുന്നതെല്ലാം ഈശ്വരൻ്റെ ഇച്ഛയനുസരിച്ചാണ് എന്നും സംഭവിക്കുന്നതെല്ലാം നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങളാണെന്നും നമ്മൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നുണ്ട്. പരമാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നമ്മുടെ ഭാഗ്യം ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ഭാഗ്യം പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. മാത്രമല്ല, നിങ്ങൾ എല്ലാവരുടെയും ഭാഗ്യം ഈക്വലും ആയിരിക്കും. ഇന്ന് കൂടുതൽ ആളുകളുടെ ഭാഗ്യം പെർഫെക്റ്റ് അല്ല, എല്ലാവരുടെയും ഭാഗ്യം ഈക്വലുമല്ല. കർമ്മങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയുള്ള ഭാഗ്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ആരുടെയും ഭാഗ്യം ഒരേപോലെയല്ല ഉണ്ടാവുക. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരുപോലെയുള്ളതല്ല. നമ്മുടെ കർമ്മങ്ങൾ പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഭാഗ്യവും എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് അല്ലാത്തത്. മെജോറിറ്റി കാര്യങ്ങളും വളരെ നല്ലതാണ്, പക്ഷേ ഇടയിൽ ചില കാര്യങ്ങൾ മോശമായതും കടന്നു വരുന്നു. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളിൽ നിന്നും ഇന്ന് ഒരു കോൺസെപ്റ്റ് നമുക്ക് മുറുകെ പിടിക്കണം. മാത്രമല്ല മറ്റേതിന് വിട്ടുകളയുകയും വേണം. എന്തെല്ലാമാണോ നടക്കുന്നത് അവയെല്ലാം ഈശ്വരൻ്റെ ഇഷ്ടപ്രകാരമാണോ അതോ അവയൊക്കെ നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങളാണോ എന്ന 2 കോൺസെപ്റ്റ്സിൽ നിന്നും നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുക?